അൺലോക്ക് ടൂൾ പ്രോ വേർഷൻ നിങ്ങൾക്ക് കുറേ ആൾക്കാർ ഞാൻ വിട്ടുതന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ലിങ്ക് അത് കുറേ ആൾക്കാർ കിട്ടുന്നില്ല അറിയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. അതിൻ്റെ വെബ്സൈറ്റ് ഇല്ല, അൺലോക്ക് ടൂളിൻ്റെ പ്രോ വെബ്സൈറ്റിലേക്ക് പോവാം. ഞാൻ ഓൾറെഡി അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അൺലോക്ക് ടൂൾ പ്രോ വെബ്സൈറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് ചെയ്തിട്ടുണ്ടാകുക. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ മുകൾ ഭാഗത്ത് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഉദാഹരണം ഞാൻ ഒരു ടെസ്റ്റ് എന്ന് കൊടുത്ത് ഏതെങ്കിലും ഒരു നമ്പറോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്തെങ്കിലും കൊടുത്തിട്ട് യൂസറിനെ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഒരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഞാനൊരു ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ അവൈലബിൾ ആയി മാത്രമേ ബ്ലൂ ടിക്ക് വരും. ഈ യൂസർ നെയിം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ബ്ലൂ ടിക്ക് വരുള്ളൂ. ഓക്കെ, ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ടിക്ക് ആയിരിക്കും വരിക. എന്നിട്ട് ജസ്റ്റ് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാണ്ടാവും. ഓക്കെ, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഈ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഞാൻ കൊടുത്ത ഇമെയിൽ അഡ്രസ്സാണിത്. നമ്മൾ നോട്ട് ചെയ്ത് വെക്കും. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് ചെയ്യുക. ഒരു പാസ്വേഡ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് മറന്നു പോരുത്. കറക്റ്റ് ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. രണ്ടും സെയിം തന്നെ കൊടുക്കണം. കറക്റ്റ് ഒരേ പാസ്വേഡിൻ്റെ താഴെയും കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ കൊടുക്കേണ്ട DRE തന്നെ കറക്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഈ DR ക്യാപിറ്റൽ ലെറ്റർ തന്നെ കൊടുക്കണം. DRNF6 അവിടെ എന്താണ് വരുന്നത് അത് തന്നെ കറക്റ്റ് കൊടുക്കുക. ഇവിടെ അഗ്രി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ, എവിടെയെങ്കിലും ഈ ക്യാപ്ചർ തെറ്റിക്കഴിഞ്ഞാൽ അവിടെ തെറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ അത് മാറ്റി അടിച്ചു കൊടുക്കുക. കറക്റ്റിന് അടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഫെയിൽഡ് ആവും. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്തതിനോണ്ട് കാണിച്ചു തരുന്നില്ല. ഇതേപോലെ ചെയ്യുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ വെബ്സൈറ്റിൽ വീണ്ടും പോയതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് കാണാൻ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ടൂളിൻ്റെ ലിങ്ക് കിട്ടും ഡൗൺലോഡ് ചെയ്യാനുള്ള. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 1, 2, 3 ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് സൈറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ മീഡിയ ഫയർ അല്ലെ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇതിലാണ് പോകുന്നത്. അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡൗൺലോഡ് എവേ എന്നിട്ട് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഡൗൺലോഡ് ആവും. കണ്ടോ, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എക്സ്ട്രാക്റ്റ് ചെയ്യാണ്ടാവും. ഇത് റെയർ ഫയലിലേക്കും വരുന്നുണ്ടാകാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാക്റ്റ് ചെയ്യണം. ഇതിൽ പാസ്വേഡ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ജസ്റ്റ് ഒന്ന് ചില റെയറിന് പാസ്വേഡ് ഉണ്ടാവും. ഞാൻ കൊടുത്തപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക. ഇവിടെ എക്സ്ട്രാക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എക്സ്ട്രാക്റ്റ് കൊടുക്കുക. എക്സ്ട്രാക്റ്റ് ഒന്നുമില്ല, സിമ്പിളാണ്. ജസ്റ്റ് എന്നിട്ട് ഇതിൽ പാസ്വേഡ് അല്ലേ, ഇവിടെ ഒരു പാസ്വേഡ് കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യണം. അതാണ് ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഈ പാസ്വേഡ് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിതിനെ കോപ്പി ചെയ്യാൻ പറ്റും. ഇതിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നേരെ ഇവിടെയുള്ള വേറെ റെയർ ഫയൽ ഉണ്ടല്ലോ, ഈ റെയർ ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ കൊടുക്കും, പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ കൊടുത്ത പാസ്വേഡ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലേ, അൺലോക്ക് ടൂൾ പ്രോ ആണ് പാസ്വേഡ്. ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എക്സ്ട്രാക്റ്റ് ആവും. എക്സ്ട്രാക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ഇവിടെ ഓപ്പണായി വരും. ഇനി ഈ ടൂൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്താൽ ഞാൻ ഓൾറെഡി ഇതിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് എനിക്ക് ഓട്ടോമാറ്റിക് വരും. ഇല്ലെങ്കിൽ നിങ്ങളെ യൂസർ നെയിം, അതായത് ഇമെയിൽ അഡ്രസ്സ് ആണ് യൂസർ നെയിം കൊടുത്തത്, ആ യൂസർ നെയിം പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ലോഗിൻ ആവും. ഞാൻ ലോഗിൻ ആക്കി കാണിച്ചു തരാം. ഞാനിവിടെ ഓൾറെഡി കണ്ടോ, ഞാൻ എൻ്റെ യൂസർ നെയിം പാസ്വേഡൊക്കെ ഓൾറെഡി വെച്ചതുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് ലോഗിൻ കൊടുക്കുക. ലൈസൻസ് ഒക്കെ വാലിഡ് ആണ്, ഫുള്ള് ഓക്കെ ആണ്. ഇപ്പോൾ നമ്മളെ ടൂൾ ഉണ്ടല്ലേ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്.
എല്ലാം ഇവിടെ ഫുൾ കറക്റ്റാണ്. ഇതിലിപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡലുകളാണ്. ഇത് കുറേ മോഡലുകൾ ഇനി വരാണ്ട്. ഇതിങ്ങനെ ടൂൾ ഇങ്ങനെ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു ഓൾറെഡി ഇതിലെന്താണ് ഒരു സാംസങ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. സാംസങ്ങിൽ പോവുക. ഇത് ചില ആൾക്കാർ പറയുന്നത് USB എടുക്കണില്ല, അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നം കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിച്ചു തരാമെങ്കിൽ ഞാൻ ഇവിടെ റീഡ് ഇൻഫോ എൻ്റെ ഓൾറെഡി ഞാൻ USB കൊടുത്തിട്ടതാണ്. ജസ്റ്റ് റീഡ് ഇൻഫോ കൊടുത്താൽ എൻ്റെ സിസ്റ്റം മൊബൈലിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കണ്ടില്ലേ, ഇവിടെ കാണാൻ പറ്റും. FRP ലോക്ക് ഉണ്ടോ വരെ എന്ന് റീഡ് ചെയ്ത് കാണിച്ചു തരും ഓരോ ഫോൺ. അപ്പോൾ നല്ല ഓരോ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ റെഡ്മി കാരണങ്ങൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ടൊക്കെ റെഡ്മി എല്ലാ മോഡലുകളുണ്ട് ഇവിടെ. കുറേ മോഡലുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മോഡലുകൾ വന്നിട്ടുണ്ട്. ലെനോവോ ഉണ്ട്, പിന്നെ മീഡിയ ടെക് എല്ലാം വർക്കിംഗ് ആണ്. ആപ്പിൾ കണ്ടല്ലേ, പാസ്വേഡ്, റാം ഡിസ്ക് എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നിങ്ങളെ PC ഓക്കെ ആണെങ്കിൽ ഇത് കറക്റ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവരും കറക്റ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഉള്ളൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നവരെ ബൈ.